ഉണ്ണി ബാലകൃഷ്ണൻ, നമ്മളുടെ ഈ യാത്ര ഈ കാലാവസ്ഥ പ്രതികൂലമായാലും നമ്മൾ ഈ യാത്ര തുടരും. യാത്ര കൃത്യം സ്ഥലത്തേക്ക് നമ്മൾ എത്തിക്കുകയും ചെയ്യും. എനിക്ക് തോന്നുന്നു MLA അടക്കമുള്ളവരുണ്ട്. കഴിഞ്ഞ 24 ദിവസങ്ങളായി നമ്മുടെ ടൂറിസം മേഖലയ്ക്ക് സംഭവിച്ചിരിക്കുന്ന വലിയൊരു നിശ്ചലാവസ്ഥയുണ്ട്. 100-ലധികം കോടി രൂപയുടെ നഷ്ടം വയനാട് ജില്ലയിൽ മാത്രം ഉണ്ടായി എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എങ്ങനെയാണ് ഇതിനെ നമ്മൾ തിരിച്ചു പിടിക്കേണ്ടത്, റീബിൽഡ് ചെയ്യേണ്ടത്, ടൂറിസം മേഖലയ്ക്ക് ഉയിര് നൽകേണ്ടത്? MLA അടക്കമുള്ളവരോട് ചോദിക്കൂ. അവർക്കൊക്കെ ഒരു പ്ലാൻ ഉണ്ടാകുമല്ലോ ഈ ഘട്ടത്തിൽ. ഉണ്ണി ബാലകൃഷ്ണൻ. താങ്ക് യു അരുൺ. ഞാനിപ്പോൾ ഉള്ളത് ലക്കിടിയിലാണ്. നമുക്കറിയുന്ന പോലെ ലക്കിടിയിൽ നിന്നാണ് ഈ മഹാറാലി നമ്മൾ ആരംഭിക്കാൻ പോകുന്നത്. 70 കിലോമീറ്ററാണ് ഈ റാലി സഞ്ചരിക്കുക. നിശ്ചയമായും താങ്കൾ സൂചിപ്പിച്ചതുപോലെ വയനാടിനെ തിരിച്ചു പിടിക്കുക, വയനാട്ടിലെ ഓരോ മനുഷ്യരെയും അതിജീവിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ആത്മവിശ്വാസം നൽകുക, അതിൻ്റെ ഭാഗമായിട്ടാണ് റിപ്പോർട്ടർ TV ഇത്തരത്തിലൊരു ഇനിഷ്യേറ്റീവ്, ഒരു മുൻകൈ ഇപ്പോൾ എടുത്തിരിക്കുന്നത്. ഈ റാലി എന്ന് പറയുന്നത് കടന്നു പോകുന്ന മേഖലകളിലെല്ലാം നമുക്കറിയുന്നത് പോലെ വലിയ തരത്തിലുള്ള പ്രകൃതി ദുരന്തങ്ങൾ സംഭവിച്ച ഇടങ്ങൾ കൂടിയാണ്. അവിടെയെല്ലാം തന്നെ ഒറ്റപ്പെട്ട മനുഷ്യരും ഒറ്റപ്പെട്ടു പോയ ജീവിതങ്ങളുമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. എന്നാൽ താങ്കൾ പറഞ്ഞതുപോലെ വളരെ മനോഹരമായ പ്രദേശമാണ് വയനാട്. അതിമനോഹരമായ കാലാവസ്ഥയാണ്. ഒട്ടും തന്നെ പൊല്യൂഷൻ ഇല്ലാത്ത കേരളത്തിലെ അപൂർവം സ്ഥലങ്ങളിലൊരു സ്ഥലമാണ് വയനാട്. വയനാടിൻ്റെ സമ്പദ് വ്യവസ്ഥ എന്ന് പറയുന്നത് കൃഷിയും വിനോദസഞ്ചാരവുമാണ്. ആ അർത്ഥത്തിലൊക്കെ വയനാടിനെ തിരിച്ചു പിടിക്കുക എന്ന് പറയുന്നത് ഓരോ മലയാളിയുടെയും ആവശ്യമാണ്. അതിനോടൊപ്പം ഇപ്പോൾ T. സിദ്ദിഖ് MLA യുമുണ്ട്. അദ്ദേഹം ഈ ദുരന്ത നാടുകളിൽ വളരെ ശക്തമായി പറയുന്ന ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്കും മനുഷ്യരെ അവരുടെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾക്കും ഒക്കെ നേതൃത്വം കൊടുത്തിട്ടുള്ള MLA കൂടിയാണ്, ജനപ്രതിനിധി കൂടിയാണ്. അദ്ദേഹത്തിന് ഒട്ടേറെ കാര്യങ്ങൾ വയനാടിന് വേണ്ടി ചെയ്യാൻ കഴിയുമ്പോൾ ശ്രീ T. സിദ്ദിഖ് നമ്മൾ ആരും ആഗ്രഹിക്കാത്ത വലിയൊരു ദുരന്തം സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു. പക്ഷേ ഞാനിപ്പോൾ ഇവിടെ വന്ന് കാണുമ്പോൾ ഒരർത്ഥത്തിൽ മനുഷ്യരൊക്കെ അങ്ങനെ മനുഷ്യരുടെ പൊതു സ്വഭാവം അങ്ങനെയാണ്. ഒരു പ്രതിസന്ധി വന്നാലും ആ പ്രതിസന്ധിയിൽ നിന്ന് അതിജീവിക്കാനുള്ള ശ്രമം മനുഷ്യരുടെ ഭാഗത്തു നിന്നുണ്ടാകും. താങ്കൾ ഇവിടെ തന്നെ പൂർണ്ണമായും സ്റ്റേ ചെയ്തുകൊണ്ട് ഇവിടുത്തെ മനുഷ്യർക്ക് ആത്മവിശ്വാസം നൽകാനും വയനാടിനെ വീണ്ടെടുക്കാനുമുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. എന്തൊക്കെയാണ് ഇപ്പോൾ നിങ്ങൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ? ഒന്ന്, വയനാടിൻ്റെ ഒരു പൊതു ചിത്രം, വയനാട് ഒരു ആസ്പിരേഷണൽ ജില്ലയാണ്. കേന്ദ്ര സർക്കാരിൻ്റെ നീതി ആയോഗിൻ്റെ ആസ്പിരേഷണൽ റാങ്കിങ് കേരളത്തിൽ വയനാട് മാത്രമാണ്. ആ റാങ്കിങ്ങിൻ്റെ പ്രത്യേകത അതൊരു ബഹുമതിയല്ല. നമ്മൾ എല്ലാ ഇൻഡിക്കേറ്റേഴ്സിലും, സൂചികളിലും നമ്മൾ പിറകിലാണ് എന്നുള്ളതാണ്. ആരോഗ്യം, വിദ്യാഭ്യാസം, സാമൂഹ്യ സാമ്പത്തിക വികാസം, അടിസ്ഥാന വികസന കാര്യങ്ങൾ തുടങ്ങി വിവിധ മേഖലകളിലൊക്കെ പിറകിലുള്ള ഒരു ജില്ലയാണ് വയനാട് ജില്ല. സ്വാഭാവികമായും ആ ആസ്പിരേഷണൽ ഡിസ്ട്രിക്റ്റ് എന്നുള്ള റാങ്കിങ് ഉള്ളതായിരിക്കുന്ന ഒരു ജില്ലയിൽ ഇതുപോലെയുള്ളതായിരിക്കുന്ന ഒരു അപകടം പറ്റുമ്പോൾ സമ്പൂർണ്ണമായിട്ടുള്ള നിശ്ചലാവസ്ഥയിലേക്ക് പോകുന്നത് വലിയ രീതിയിലുള്ള അപകടത്തിന് നേതൃത്വം കൊടുക്കും. ഇവിടെയുള്ള സാമൂഹ്യ ജീവിതക്രമം, ഇവിടെയുള്ള സാമ്പത്തിക വികാസം, ഇവിടെയുള്ള അനുബന്ധ മേഖലകളുടെ വികാസം, ഇതെല്ലാം തന്നെ സീരിയസ് ആയി ബാധിക്കുന്ന ഒരു ചിത്രത്തിലേക്ക് പോകും. നേരത്തെ പ്രിയപ്പെട്ട ശ്രീ ഉണ്ണി സൂചിപ്പിച്ചതുപോലെ വയനാടിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കോർ സെക്ടർ നേരത്തെ കാർഷിക മേഖലയായിരുന്നു. കാർഷിക മേഖല ഇപ്പോൾ സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വളർന്നു വന്നൊരു പ്രധാനപ്പെട്ട മേഖല ടൂറിസം സെക്ടറാണ്. ആ ടൂറിസം സെക്ടറിൽ വയനാട് മൊത്തം ഒലിച്ചുപോയി എന്നുള്ളതായിരിക്കുന്ന ഒരു തീർച്ചയായും വയനാട്ടിലെ 3 വാർഡുകളിൽ, മേപ്പാടി പഞ്ചായത്തിലെ 3 വാർഡുകളിലാണ് ഈ വലിയ ദുരന്തം, വലിയ വിഷമം, വലിയ പ്രയാസമുണ്ടായത്. അതിൻ്റെ വിഷമവും അതിൻ്റെ പ്രയാസവും അതിൻ്റെ മെൻ്റൽ സ്ട്രോക്കിൽ നിന്ന് നമ്മൾ ആരും മുക്തരായിട്ടില്ല. പക്ഷേ ആ സ്ട്രോക്കിലൂടെ നമ്മൾ പോകുമ്പോൾ നമ്മൾ അതേ മാനസികാവസ്ഥയിൽ തുടർന്നാൽ വയനാടിൻ്റെ അതിജീവനത്തിൻ്റെ കോർ സെക്ടർ മുഴുവൻ തകർന്ന് നമ്മൾ പുറകോട്ട് പോകും. അതുകൊണ്ട് അതിജീവനം ആവശ്യമാണ്. അതിജീവനം എങ്ങനെ വേണം? അതിന് ലോകത്തെ മുഴുവൻ വയനാട്ടിലേക്ക് ആകർഷിക്കാൻ കോവിഡിന് ശേഷം വലിയ പ്രവർത്തനങ്ങളിലൂടെ സാധിച്ച ഒരു ടൂറിസത്തിൻ്റെ മെയിൻ മേഖലയാണ് വയനാട് എന്നുള്ളത്. ആ മേഖല പുറകോട്ട് പോയപ്പോൾ ഇവിടെയുള്ള ഹോട്ടൽ മേഖല, ഇവിടെയുള്ള സ്പൈസസ് മേഖല, ഇവിടെയുള്ളതായിരിക്കുന്ന വിനോദസഞ്ചാര മേഖല, ഇവിടെയുള്ള ഹോട്ടൽ ശൃംഖല, അതിൻ്റെ ഭാഗമായിട്ടുള്ള ടാക്സി, അതിൻ്റെ ഭാഗമായിട്ടുള്ള ഓട്ടോറിക്ഷ, അതിൻ്റെ ഭാഗമായിട്ടുള്ള റിസോർട്ട് സംവിധാനങ്ങൾ, ആ റിസോർട്ടിൽ ജോലിയെടുക്കുന്ന ഇവിടെയുള്ള സാധാരണക്കാരായിട്ടുള്ള വീട്ടമ്മമാർ, തൊഴിലാളികൾ, അങ്ങനെ തുടങ്ങി വയനാടിൻ്റെ ജീവിത മാർഗത്തെ മുഴുവൻ വലിയ രീതിയിൽ ഈ അപകടം സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. അവിടെ ആ അപകടത്തിൻ്റെ രക്ഷാപ്രവർത്തന മേഖല
താൽക്കാലിക പുനരധിവാസത്തിലേക്ക് കടന്നു. പെർമനൻ്റ് റിഹാബിലിറ്റേഷനിലേക്ക് നമ്മൾ കടക്കുകയാണ്. ആ പെർമനൻ്റ് റിഹാബിലിറ്റേഷനിലേക്ക് കടക്കുന്ന അതേ സന്ദർഭത്തിൽ തന്നെ വയനാടിൻ്റെ മൊത്തം റീബിൽഡിങ്ങിലേക്കുള്ള ചിന്തയാണ് റിപ്പോർട്ടർ TV ഉയർത്തിയിരിക്കുന്ന ഈ പ്രധാനപ്പെട്ട ചിന്ത. അതുകൊണ്ട് വയനാട് ചുരം കണ്ടെത്തിയ കരിന്തണ്ടൻ്റെ ഏറ്റവും വലിയതായ ചിന്ത ഉണർത്തുന്നതായിട്ടുള്ള ഈ സ്മാരക സ്തൂപത്തിനടുത്ത് നിന്നുകൊണ്ട് റിപ്പോർട്ടർ ആരംഭിക്കുന്ന വയനാടിനെ റീബിൽഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഈ മൂവ്മെൻറ്റ് ഏറെ ആത്മവിശ്വാസം പകരുന്ന ഒന്നാണ്. വയനാട് ഒന്നും സംഭവിച്ചിട്ടില്ല. വയനാട് അതേപോലെ നിലനിൽക്കുന്നു. സംഭവിച്ചത് 3 വാർഡുകളിൽ മാത്രമാണ്. അവിടെയുള്ള വേദനയെ അകറ്റാനുള്ള വലിയ ശ്രമം എല്ലാവരും കൂടി ചേർന്ന് നടത്തുന്നു. അതോടൊപ്പം വയനാട്ടിലേക്ക് നിങ്ങൾക്ക് വരാം, വയനാടിനെ നിങ്ങൾക്ക് ചേർത്ത് നിർത്താം, വയനാട് നിങ്ങൾക്കായി അതേപോലെ തന്നെയുണ്ട് എന്നുള്ള ഒരു വലിയ മെസ്സേജാണ് റിപ്പോർട്ടർ TV ഈ ഉദ്യമത്തിലൂടെ എടുത്തു കാണിക്കുന്നത്. ഇതിനെ എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല. വയനാടിനെ വീണ്ടും ജനങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാനുള്ള വലിയ ഒരു പരിശ്രമമാണ് റിപ്പോർട്ടർ TV എടുത്തു കാണിക്കുന്നത്. അതുതന്നെയാണ് അരുൺ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് സിദ്ദിഖ് പറഞ്ഞത്. കാരണം വെച്ചാൽ വയനാടിനെ കുറിച്ച് ഇപ്പോൾ ലോകമെമ്പാടും ഉണ്ടായിരിക്കുന്ന ഒരു ആകാംക്ഷ ഒട്ടും സുരക്ഷിതമല്ലാത്തൊരു ഡെസ്റ്റിനേഷനായി വയനാട് മാറുന്നു എന്നുള്ളതാണ്. അങ്ങനെയല്ല, മറിച്ച് വയനാട് വളരെ ശക്തമാണ്, വയനാട്ടിലെ ജനങ്ങൾ വളരെ ശക്തമാണ്. ഇതാ ഈ പ്രകൃതി ദുരന്തത്തിനൊക്കെ ശേഷം വയനാട് വീണ്ടും ജീവിതത്തിലേക്ക് തിരിച്ചു വന്നിരിക്കുന്നു. എല്ലാ മനുഷ്യർക്കും വരാൻ കഴിയുന്ന ഒരു ഇടമാണ് വയനാട് എന്നുള്ള ഒരു സന്ദേശം ലോകമെമ്പാടും എത്തിക്കുക. ആദ്യം ഇങ്ങോട്ടേക്ക് വരേണ്ടത് കേരളത്തിലെ മലയാളികൾ തന്നെയാണ് അരുൺ. മറ്റ് ജില്ലകളിൽ നിന്നുള്ള മലയാളികൾ ആദ്യം വരിക, പിന്നെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് ആളുകൾ വരിക. അങ്ങനെ ആഭ്യന്തര ടൂറിസം ആദ്യം വികസിക്കുകയും അതിനുശേഷം വിദേശ ടൂറിസ്റ്റുകളെ ആകർഷിക്കാനും നമുക്ക് കഴിയേണ്ടതുണ്ട്. അങ്ങനെ ഒരു സന്ദേശം ഭാഗമായിട്ടാണ് നമ്മൾ ഈ മഹാറാലി